കേരളത്തിലെ ജനങ്ങൾക്ക് എന്നല്ല ഏതൊരാൾക്കും ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള മാതൃകയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ പെരുമാറണം, കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾ ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. ഏതൊരു രാഷ്ട്രീയക്കാരനും ഉമ്മൻചാണ്ടി സാറിനെ പോലെ ആകണമെന്നാണ് നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ പാഠകമാണ്. എക്കാലവും സാറിനെ ഓർക്കാൻ ആ വിധത്തിലുള്ള ഒരു കാര്യം ചിന്തിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നുള്ളതാണ് ഇന്ന് ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം സൂചിപ്പിച്ചത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാറിന് അപ്പുറത്ത് മറ്റൊന്നുമില്ല. ഏതൊരു കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഓടിച്ചെന്ന് കാര്യങ്ങൾ പറയാനും കേൾക്കാനും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള അവസരം ലഭിച്ചത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ അണികളായ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ആ ഒരു തരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയെ പിൻപറ്റിക്കൊണ്ട് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതാഭിലാഷം. ആ ഒരു നിലയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഞാൻ ആദ്യം ഓർക്കുന്ന കേസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പം അത് കഴിഞ്ഞ് ഒരു എങ്ങനെയാണ് ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ളൊരു ബന്ധം? സാറുമായി അത് യാദൃശ്ചികമായി സംഭവിച്ചതാണ്. അതിനെക്കുറിച്ചൊരു എന്താണ് പ്രവർത്തനത്തിൻ്റെ സംഘടനാ പ്രവർത്തനവുമായി നിൽക്കുമ്പോൾ അദ്ദേഹവുമായി മെല്ലെ ആ ഒരു തലത്തിൽ അങ്ങ് ആയതാണ്. അതൊരു നാച്ചുറലായിട്ടുള്ളൊരു ബന്ധമാണ്. അതിനപ്പുറത്ത് നമ്മളിപ്പോൾ എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ കൃത്രിമത്വമാണ്. നാച്ചുറലായി അതങ്ങ് സംഭവിച്ചതാണ്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ നാൾവഴികളിൽ സംഭവിച്ചു പോയ ഏറ്റവും വലിയതായ ഒരു ജീവിതാനുഭവമാണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം. ഉമ്മൻചാണ്ടി സാറിനെ പോലെ കേരളത്തിൽ ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി സാറുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയവും കാര്യങ്ങളാണ്. പാർട്ടി പ്രവർത്തനവുമാണ് ഞാൻ. അതുപോലെ ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹിക്കുന്നു ഈ ജനങ്ങൾ. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഇതുപോലെ ഒരു മന്ത്രി കേരളത്തിലില്ലായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് മരിച്ചിട്ട് ആ 2 വർഷം തികയുവാണ് ഇവിടെ കേരളത്തിൽ. ഞങ്ങൾ ഈ പുതുപ്പള്ളിക്കാർക്ക് പോലും ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഓർമ്മകളും ആ നന്മകളുമാണ് ഇവിടെ ഉള്ളത്. ഈ ജനങ്ങൾക്ക് ആ ഒരു വിശ്വാസമാണ് ഇവിടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ ആരും മത്സരിച്ചാലും ഉമ്മൻചാണ്ടി സാറാ ജയിക്കുക. വേറെ ആര് നിന്നെന്ന് പറഞ്ഞാലും ജയിക്കത്തില്ല ഇവിടെ. ഉമ്മൻചാണ്ടി സാറിനെതിരെ ഇങ്ങനെ ഒരു അപവാദമൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത് ചുമ്മാ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിന് അപവാദങ്ങൾ മറ്റുള്ള ലീഗ് സർക്കാർ പറഞ്ഞു നാറ്റിക്കാന്നുള്ള ഒരു കേസുകെട്ടാണ് ഇത്. ഈ LDF സർക്കാർ ഈ സർക്കാർ കയറിയിട്ട് കേരളത്തിൽ ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത ഒരു സർക്കാരാണ്. ഇനി അടുത്തത് കേരളത്തിൽ വരേണ്ടത് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നാണ് താല്പര്യം. അടുത്തത് മുഖ്യമന്ത്രി സ്ഥാനത്ത് വരേണ്ടത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനാണ്. ചാണ്ടി ഉമ്മൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരണമെന്നാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഈ പുതുപ്പള്ളി ജനങ്ങളുടെ ഒരു താല്പര്യവും വിശ്വാസവും. അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടി സാറിനോടും ആ വിശ്വാസമാണ്. വരത്തില്ല UDF അധികാരത്തിൽ വരികയില്ലേ? UDF വരും. അടുത്ത 2025-26 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF അധികാരത്തിൽ വരുള്ളൂ. ഇനി 100 സീറ്റുകളും നേടും ഇവിടെ UDF. ചാണ്ടി ഉമ്മൻ മന്ത്രിയാവും. ചാണ്ടി ഉമ്മൻ ഇവിടുത്തെ അടുത്ത മന്ത്രി ഞങ്ങളുടെ പുതുപ്പള്ളി ഞങ്ങളുടെ ജനങ്ങളുടെ മന്ത്രിയാവും. ചാണ്ടി ഉമ്മനാവും. അത് ആ ഒരു വിശ്വാസമാണ് ഞങ്ങൾ ഈ പുതുപ്പള്ളിക്കാർക്ക്. അതുപോലെ വിശ്വാസമുള്ള ഒരു പള്ളിയാണ് ഈ പുതുപ്പള്ളി പള്ളി. ഗീവറിസായുടെ നാമത്തിലുള്ള പള്ളിയാണത്. ആ ഒരു വിശ്വാസമാണ് ഞങ്ങൾ ഈ കേരളത്തിലെ ഇന്ത്യ ഒട്ടാകെയുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസം. ഈ സർക്കാർ LDF സർക്കാർ കയറിയിട്ട് ഒരു ഉപകാരവും ആർക്കും ഒരു ഉപകാരമില്ല. ഇപ്പം എല്ലാം ശരിയാക്കി തരുമെന്ന് പറയും, അല്ലാതെ ഒരു ഉപകാരമില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിൽ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടും കേരളത്തിലെ ഈ പ്രയാസങ്ങളും മാറുകയുള്ളൂ. അല്ലാതെ ഈ സർക്കാരുള്ളിടത്ത് ഒരു പ്രയോജനവും ഇല്ല. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു മുഖ്യമന്ത്രി ഇല്ലായിരുന്നു. ആ ഓർക്കുമ്പോഴാണ് എല്ലാവർക്കും ഒരു സങ്കടമാണ്. സാറിനെ പറ്റി പറയുമ്പോൾ ഇത്ര നല്ലൊരു മനുഷ്യൻ, അതുകൊണ്ടാണ് ഈ 2ാം വർഷവും ആൾക്കാർ ഇത്രയും പേരോടെ കടന്നു വന്നിരിക്കുന്നത്. നല്ലൊരു മനുഷ്യൻ, ആൾക്കാരെ സഹായിക്കുന്നത്. ഞാൻ പുതുപ്പള്ളിക്കാരനാണ്. ഏറ്റവും നല്ല സഹായിക്കുന്നൊരു വ്യക്തിയാണ് എല്ലാവരെയും. ആര് ചെന്നാലും വീട്ടിൽ ചെന്ന് എൻ്റെ പല സുഹൃത്തുക്കളും സഹായത്തിനായിട്ട് ചെന്നിട്ടുണ്ട്. ഭവനം ചെന്ന് കഴിഞ്ഞാൽ അവരെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് ആഹാരം കൊടുത്ത് വിടുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു. ഒരു നേതാവിനെ നമുക്ക് കിട്ടാൻ പാടാണ്. വളരെ നല്ലൊരു മനുഷ്യൻ. ഈ പുതുപ്പള്ളിക്കാരുടെ എന്നല്ല, കേരളത്തിൽ തന്നെ പലർക്കും ഉപകാരങ്ങൾ ചെയ്തൊരു വ്യക്തിയായിരുന്നു. ഉറക്കമില്ലാതെ ഫയലുകൾ തപ്പിയെടുത്ത് അവർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. നാടിനും അഭിമാനമായിരുന്നു. ആ ഒരു നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റത്തില്ല. തീർച്ചയായും ഇന്നും മരിച്ച പോലെ തോന്നിക്കുന്നു. കാരണം ഈ അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ അനേകർ വരുന്നുണ്ട്. ഇപ്പോഴും വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു.
വേറൊരു നേതാവിനെ സംബന്ധിച്ച് ആരുടെ കബറടത്തിൽ പോകും ആൾക്കാർ ആരും പോകത്തില്ല. കൊണ്ട് ഈ നേതാവിൻ്റെ ഇന്നും മരിച്ച പോലെ തോന്നിക്കുന്നു. 2 വർഷമായി, പക്ഷേ ഇന്നും അടക്കിയ പോലെ തോന്നിക്കുന്നു നമുക്ക്. ആ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞ അർപ്പിച്ചുകൊള്ളുന്നു. സാറിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ എൻ്റെ കണ്ണറിയാതെ നിറഞ്ഞു പോകും. കാരണം ഒരു സ്വന്തം അപ്പനെ കാണുന്ന ഇതിലാണ് നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ, സ്വന്തം ഒരു അപ്പനായിട്ട് കാണാനാണ് ഇഷ്ടം. കാരണം അത്രയും നല്ല മനുഷ്യനെ ഇനി ലോകത്ത് വേറെ കാണുമെന്നറിയില്ല. അത്രയും നല്ല ഒരു മനുഷ്യനാണ്. അത് മനുഷ്യൻ്റെ എല്ലാം മനസ്സിൽ പതിഞ്ഞ ഒരു മനുഷ്യൻ. കാരണം ഓർക്കുമ്പോൾ തന്നെ കണ്ണങ്ങ് നിറഞ്ഞു പോകും. അപ്പോൾ അവിടെ പോയി ഇന്ന് കുറച്ച് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനമാണ്. അവിടെ വരെ പോയി ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരുമ്പോഴേക്കും നമ്മൾ മനസ്സിൽ നേരിട്ട് മരിച്ചായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു നല്ല നല്ല ഇതിലായിട്ട്. ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള അടുപ്പം എന്തെങ്കിലും? ഉമ്മൻചാണ്ടി സാറുമായിട്ട് പാർട്ടിയുടെ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഒരു ഇതുള്ള ആളാണ്. പക്ഷേ ഞങ്ങൾ അടുത്തടുത്ത് കണ്ടിട്ടുണ്ടെന്നുള്ളതെല്ലാം നേരിട്ട് ഇടപെട്ടിട്ടില്ല. എങ്കിലും പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിനകത്ത് എന്നും പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന ഒരു രൂപമാണ് ദൈവത്തിനൊപ്പം തന്നെ. അല്ല, എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? സഹായങ്ങളൊന്നും സത്യത്തിൽ ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഇന്നുവരെ ഞങ്ങളൊന്നിനും പോയിട്ടില്ല. പക്ഷേ എങ്കിലും ആ സഹായം കൊണ്ടല്ല, എങ്കിലും ആ മനുഷ്യൻ്റെ രാഷ്ട്രീയപരമായിട്ടും ജനങ്ങളിൽ ജീവിച്ച ആ ഒരു നന്മ അത് നമ്മൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കും. നമ്മളൊന്നും വാങ്ങിയിട്ടോ നമ്മൾ നേരിട്ടൊന്നും ഇടപെട്ടിട്ടോ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഇതിലല്ല. പക്ഷെ ഞാൻ എന്നും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം സ്വന്തം അപ്പനെ പോലെ നമുക്ക് കിട്ടുന്നതല്ലല്ലോ. ഒരു മനുഷ്യനെ എത്രത്തോളം നന്നായി പെരുമാറുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ നമുക്ക് ഉത്തമമായ ഒരു മാതൃകയാണ്. തുടർന്നും അങ്ങനെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് പറയുകയാണെങ്കിൽ നല്ലൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അതിനേക്കാളും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ചാണ്ടി ഉമ്മനെയാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ തുറന്നു പറയും. ഒരു രാഷ്ട്രീയത്തിന് അതീതമായ പുള്ളിയുടെ സംസാരം. ഇപ്പം നമ്മുടെ മെഡിക്കൽ കോളേജിലെ സംഭവം തന്നെ പുള്ളി സംസാരിച്ച രീതി കണ്ടോ, അതാണ് ഒരു വ്യക്തി. ആ വ്യക്തിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടുന്നില്ലെന്നല്ല, ഉമ്മൻചാണ്ടി കുറേ ആൾക്കാർക്ക് ഉപകാരമൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ ഒരു മെജോറിറ്റി തോന്നുന്നത് ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിലാണ്. കാരണം ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നു. അതുപോലെ ഒരു നേതാവാണ് വളർന്നുകൊണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു സംഭവം ഉണ്ടായി, അതിൻ്റെ അതേ രീതി വേണം നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവ് കൈകാര്യം ചെയ്യാൻ. ഇപ്പം അവിടെ അലമ്പുണ്ടായോ, വലിയ അലമ്പുണ്ടാകാതെ പുള്ളി അത് കൈകാര്യം ചെയ്തില്ലേ? അവിടെ നമ്മൾ ശ്രദ്ധിച്ചോ? അതാ പുള്ളിയുടെ ഒരു നേതൃത്വം ഒരു ഇതാ അല്ലേ? അങ്ങനെയല്ലോ ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ ചെന്ന് ചുമ്മാ തല്ല് മേടിക്കുക. എന്തിനാത്? ഈ പോലീസുകാരും മനുഷ്യരില്ല, അവർ തമ്മിൽ അടിയുണ്ടാക്കുന്ന നല്ല രാഷ്ട്രീയം, നല്ലൊരു സംവിധാനം. ഇപ്പം ഞാൻ തന്നെ അനുഭവിക്കുന്നത് ഇപ്പം അവിടെ വീട്ടിലോട്ടാണ് ഞാൻ പോയേക്കുന്നത്. അപ്പം കാരണം ഞങ്ങളുടെ വീടിന് വഴിയില്ല. പക്ഷേ ആ വഴിയില്ല വന്നപ്പോഴത്തേന് അവിടുത്തെ മെമ്പർ ഒന്ന് അനങ്ങുക പോലും ചെയ്തില്ല, ഒന്ന് വീട്ടിൽ വരാൻ പറഞ്ഞിട്ട് വരിക പോലും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു നേതാവിനെയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ചാണ്ടി ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലോ, ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലുമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമല്ല, അതും കോൺഗ്രസിൻ്റെ ആൾ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടപെടാനുള്ള ഒരു കഴിവ് അതെല്ലാവർക്കും ഒരുപോലെ അല്ല. എന്ന് പറഞ്ഞാൽ അതെ, ഇനിയും വരുന്നത് പുള്ളി നല്ല മിടുക്കനായിട്ട് വരും. കാരണം ഉമ്മൻചാണ്ടിയായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. വേറൊരു ലെവലിലൂടെ പുള്ളി വരുമ്പോൾ ശരിയല്ലേ? വേറെ ലെവലിലെ പുള്ളി വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ അതേ രീതി ഒരു വ്യക്തിയെ പോലെ ഒരു വ്യക്തി ആവുന്നില്ല. കറക്റ്റല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.